നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ്. ഇതിനെ ഷിഗലസ് എന്നും പറയും. മലയാളത്തിൽ ഇതിനെ ഞരമ്പ് പൊട്ടി, അസ്ഥി വിയർപ്പ് എന്നൊക്കെയും പറയാറുണ്ട്. ചിക്കൻ പോക്സ് റിക്കവർ ആയതിനു ശേഷം ശരീരത്തിൽ ബാക്കി കിടക്കുന്ന വെറിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് വീണ്ടും ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടാണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ് ആണ് സ്കിന്നിൽ ഉണ്ടാവുക. ചിക്കൻ പോക്സ് കഴിഞ്ഞ് കഴിയുമ്പം അതിലെ വൈറസ് നെർവ് ടിഷ്യൂസിൽ ഇനാക്റ്റീവായിട്ട് കിടക്കുകയും കുറേ കാലത്തിന് ശേഷം അത് വീണ്ടും പൊങ്ങി വരികയും ചെയ്യുന്നതാണ് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ പ്രത്യേകത. ഇതിന് ഞരമ്പ് ചൊള്ള എന്നൊക്കെയാണ് നമ്മുടെ ഏരിയയിൽ പറയുന്നത്. ഇങ്ങനെ വരാനുള്ള മെയിൻ കാരണം ഏജ് കാരണോ, സ്ട്രെസ് കാരണോ, അസുഖം കാരണോ ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വരുമ്പം ഈ ഉറങ്ങിക്കിടക്കുന്ന വൈറസുകൾ വേക്കപ്പ് ചെയ്യുകയും അത് നെർവ്സിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലിസ്റ്റർ ഫോമിലായിട്ട് വരികയും ചെയ്യുകയാണ് ചെയ്യുക. സിംറ്റംസ് ഒരു 3 മുതൽ 5 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തേത് പ്രീ റാഷ് സ്റ്റേജ് ആണ്. ബേണിംഗ് സെൻസേഷൻ, ടിംഗ്ലിങ്, ഇച്ചിങ്, അതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനും ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാധാരണയായിട്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ പനി, തലവേദന, അതുപോലെ തന്നെ ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ ഫേസ് റാഷ് ഫേസ് ആണ്. ഇതില് ചുവന്ന റെഡ് ആയിട്ടുള്ള റാഷസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സാധാരണയായിട്ട് ഒരു സിംഗിൾ സ്ട്രൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാൻഡ് ആയിട്ട് ഏത് ഞരമ്പെന്നാണോ ആ ഞരമ്പിനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഈ റാഷ് കാണിക്കുക. മൂന്നാമത്തെ ഫേസ് ബ്ലിസ്റ്ററിങ് ആണ്. അതായത് ഒരു വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു ബബിൾ പോലെ ഒരു കുരു ഫോം ചെയ്യുന്നതാണ് ഫ്ലൂയിഡ് ഫീൽഡ് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു 7 മുതൽ 10 ദിവസം കഴിയുമ്പം ഇത് പൊട്ടിപ്പോവും, ക്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും, ഉണങ്ങാനുള്ള ഒരു മുറിവായിട്ട് ഫോം ചെയ്യും. സാധാരണയായിട്ട് ഹെർപ്പസ് സോസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെ പെയിനാണ് ഭയങ്കര സിവിയർ ആയിട്ട് പേഷ്യന്റിന് കംപ്ലൈന്റ് ആയിട്ട് പറയാം. ഈ പെയിന് മാസങ്ങൾ തൊട്ട് വർഷങ്ങളോളം ചിലപ്പം പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കും. റാഷ് പോവും, ബ്ലിസ്റ്റേഴ്സ് പോവും. അതുണ്ടായിട്ടുള്ള എല്ലാ സിംറ്റംസും പോയി കഴിഞ്ഞാലും പെയിൻ അപ്പോഴും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ കണ്ടീഷനെ പറയുന്നതാണ് പോസ്റ്റ് തെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന്. ഹെർപ്പസ് സോസ്റ്ററിന്റെ വേറൊരു പ്രത്യേകതയാണ്, ഹെർപ്പസ് സോസ്റ്റർ വന്ന ഒരാളിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്യുമ്പം ചിക്കൻ പോക്സ് ആയിട്ടാണ് അത് സ്പ്രെഡ് ചെയ്യുക. ആന്റിവൈറൽ ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. 50 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഷിംഗ്രിക്സ് വാക്സിൻ ഹെർപ്പസ് സോസ്റ്റർ വരാതിരിക്കാനും വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. കണ്ണിന്റെ അടുത്തായിട്ട് റാഷസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം ഇത് കാഴ്ചശക്തി നഷ്ടപ്പെടുത്താനും സാധ്യത. താങ്ക് യു.